മൈൽസ്റ്റോൺ സിനിമാസിൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് സുനിൽ ഇബ്രാഹിം സംവിധാനം ചെയ്യുന്ന അരികിൽ ഒരാൾ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ് ഞാൻ സംസാരിക്കുന്നത്. അരികിൽ ഒരാൾ എന്ന ഈ സിനിമ ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്നൊരു സിനിമയാണ്. അതിൽ അധികം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയുടെ ടെക്നിക്കൽ ഹെഡായിട്ട്, ക്രിയേറ്റീവ് ഹെഡായിട്ട് കൊച്ചിയിൽ ചാർജ് എടുക്കാൻ പറ്റുന്നൊരു ചെറുപ്പക്കാരനാണ്. ഇവിടെ എത്തി ഇവിടെ താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയും ഇവിടെ കണ്ടുമുട്ടുന്ന മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അവർ ഒരുമിച്ച് താമസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് വളരെ അവിചാരിതമായ, വളരെ അവിശ്വസനീയമായ കുറേ കാര്യങ്ങൾ ഇയാളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. അതിൽ നിന്ന് ചുരുളഴിയുന്ന ഒരു മിസ്റ്ററിയും കഥാപാത്രങ്ങളുടെ പശ്ചാത്തലവുമൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇന്ന് വരെ നമ്മളധികം കണ്ടിട്ടില്ലാത്ത തരം ഒരു വിഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമയാണ്. ബേസിക്കലി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമയാണ്. പിന്നെ സുനിലിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് അരികിലൊരാൾ. ചാപ്റ്റേഴ്സ് എന്നൊരു സിനിമ സുനിൽ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. ആഷിഖ് ഉസ്മാൻ്റെ ആദ്യത്തെ സിനിമ കൂടിയാണ്. ശരിക്കും ചാപ്റ്റേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2-2.5 വർഷം മുമ്പ് ഈ ഒരു ത്രെഡ് സുനിൽ എൻ്റെ അടുത്ത് പറയുകയും ഈ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചില ടെക്നിക്കൽ റീസൺസ് കാരണം ആ സമയത്ത് ഈ സിനിമ നടന്നില്ല. കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ സിനിമയിലാണ് ഞങ്ങൾക്ക് ഒന്നിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ഞാൻ കൂടാതെ നിവിൻ പോളി, പ്രതാപത്തൻ സർ, രമ്യ നമ്പീഷൻ, ലെന, അങ്ങനെ ഒരു 4-5 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. എല്ലാവർക്കും പെർഫോമൻസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ സന്ദർഭങ്ങളുണ്ട്. എല്ലാവർക്കും കണ്ട് രസിക്കാവുന്ന ഒരു ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡെഫിനറ്റ്ലി ഒരു പവർ പാക്ക് ത്രില്ലറായിരിക്കും അരികിൽ ഒരാൾ എന്ന ഈ സിനിമ. ഈ ഒരു സിനിമ എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.